പക്ക കഠിന ഹിന്ദുക്കളാണ് പറഞ്ഞത് മാത്രം. എല്ലാ കാണും ദൈവത്തിന്റെ അമ്മമാരെ കാണും, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളും കാണും. ഒരമ്മ മുന്നോട്ട് വന്ന് മനസ്സോടാന്ന് തോന്നുന്ന അന്ന് വിളിച്ച മോള് സമ്മതിച്ച് എന്തായാലും ശരി അമ്മ പറഞ്ഞു, മോളെ Joshua is your right partner for your life. Go and suffer in Nepal. Anyway, God led her and ഇപ്പം ഞാൻ പറയാലോ, ഞാനത് പൊങ്ങച്ചം പറയില്ല, നിങ്ങളെ ആരെങ്കിലും ബയോഗ്രഫി എഴുതി ചൂടപ്പം പോലെ വയ്ക്കും. കാരണം അബദ്ധങ്ങളും ബ്ലണ്ടേഴ്സും പൊട്ടത്തരങ്ങളും ഉയർച്ചകളും വീഴ്ചകളും എല്ലാം നിറഞ്ഞ ആ ഹിമാലയ കിങ്ഡത്തിന്റെ ജീവിതം അതൊരു നോവലാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നേപ്പാളിൽ വിടാൻ മനസ്സ് തോന്നില്ല, ഹിമാലയൻ റീജിയനിൽ വിടാൻ മനസ്സ് തോന്നിയില്ല. വീട്ടിലൊക്കെ പലരും എതിർത്ത് പിതാ എന്റെ അപ്പൻ സ്വന്തം അപ്പൻ്റെ എതിരായിരുന്നു. സ്വർഗീയ പിതാവ് പറഞ്ഞു, go into all the world and preach the gospel. Then I went to Assam, lovely Assam, മഹാത്മാഗാന്ധി ഇഷ്ടപ്പെട്ടിരുന്ന ആസാം. ഇന്ത്യയുടെ കിഴക്കൻ സ്ഥലങ്ങളിൽ ജോലിയോടൊപ്പം കർത്താവ് വേല ചെയ്തു. പിന്നെ ഇന്ത്യയുടെ സെൻട്രൽ ഇന്ത്യയിലെ ഛത്തീസ്ഗഡ്, ഇപ്പോഴത്തെ ഛത്തീസ്ഗഡിൽ കോർബയ്ക്കടുത്ത് ബിലാസ്പൂരിനടുത്ത് അതെ ബങ്കിമോഗ്ര, നിങ്ങൾ കേട്ടൊന്നുമില്ല, ബങ്കിമോഗ്ര ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി അതോടൊപ്പം കർത്താവിന് വേല ചെയ്യാൻ സാധിച്ചു. അതൊക്കെ നല്ല ഗ്ലോറിയസ് ഡേയ്സ് ആണ്. കഷ്ടമുണ്ട്, ശമ്പളമൊക്കെ പറയാതിരിക്കുന്നത് നല്ലത്. മനസ്സിലായി. ഇപ്പോൾ ഇന്ത്യയിൽ 1 കോടി രൂപ ശമ്പളമുള്ള 200 പേരുണ്ടെന്ന് ഇന്ത്യ ടുഡേ പറയുന്നു. 1 ലക്ഷം രൂപ ശമ്പളമുള്ള 1 ലക്ഷം പേരുടെ ഇന്ത്യയിലുണ്ട്. അന്നും അത്രയൊന്നും നല്ല ശമ്പളമുള്ള ഇന്ത്യയിലുണ്ട്. എന്റെ ശമ്പളം പറയുകയാണെങ്കിൽ അതിന് വേദനയായിരിക്കും, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഭ്രാന്താണെന്ന് പറഞ്ഞു. പക്ഷെ ഭ്രാന്തൊന്നുമല്ല, ഒരു ആത്മാവിന്റെ വില ഈ ലോക സകലത്തെക്കാൾ വലിയ. പിന്നെ ദൈവം എന്നെ ഭൂമിയിലെ സ്വർഗത്തിലേക്ക് അയച്ചു. സ്വിറ്റ്സർലൻഡല്ല, കാശ്മീർ. സ്വിറ്റ്സർലൻഡിനേക്കാളും മനോഹരമാണെന്നാണ് ടൂറിസ്റ്റുകൾ പറയുന്നത്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടില്ല. ഡോക്ടർ മുരളി പോയിട്ടും പറഞ്ഞു കാശ്മീർ ആയിരിക്കും നല്ലതെന്ന് പറയും. കാരണം ഒരു മെക്കനൈസ്ഡ് ആണ് സ്വിറ്റ്സർലൻഡ്. ബട്ട് കാശ്മീർ ഈസ് ബുൾജിൻ ബ്യൂട്ടിയാണ്, ബുൾജിൻ ബ്യൂട്ടിയാണ്. നിങ്ങൾക്ക് ഇനി കാശ്മീരിൽ എന്ന് പോകാൻ ഒക്കുന്നിരിക്കാറുണ്ട്. എനിക്ക് എനിക്ക് പോകാൻ ഒക്കും. എന്റെ 2 മക്കൾ ജനിച്ചത് കാശ്മീരിലാണ്. ഇവിടെ ഒരു മോനുണ്ട്, അവൻ ജനിച്ചത് കാശ്മീരിലാണ്. അതുപോലെ നേപ്പാളിലാണ് എന്റെ 3 മകൾ ജനിച്ചത്. മിഷണറി സന്തതികളാണ്, നല്ല മിഷൻ ഫീൽഡിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, മിഷണറി ലൈഫ് എന്ന് പറയുന്നത് മോസ്റ്റ് എക്സൈറ്റിംഗ്. ജയലളിതയെ പോലെ ഒരു ചീഫ് മിനിസ്റ്റർ ആകാനേക്കാൾ ഭാഗ്യമാണ് ഒരു മിഷണറി ആകാന്ന് പറയുന്നത്. സച്ചിനെ പോലെ ഒരു വേൾഡ് ഫേമസ് കളിക്കാരനാകാനേക്കാൾ നല്ലതാണ് ഒരു മിഷണറി ആകുന്നത്. നിങ്ങൾ പറയും എങ്ങനെ ശരിയാവും? ഞാൻ പറയാം. സച്ചിനേക്കാൾ വലിയൊരു കളിക്കാരനായിരുന്നു സി.ടി. സ്റ്റഡ്. സി.ടി. സ്റ്റഡ് ആസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ കളിക്കാരനായിരുന്നു. പക്ഷേ DL മോഡിയുടെ പ്രസംഗത്തിന് മുമ്പിൽ അത് രക്ഷിക്കപ്പെടുക മാത്രമല്ല, ആ ബാറ്റ് ഒറ്റയേറി വീണു. അതേ കോടീശ്വരനായിരുന്നു. അതെല്ലാം ദൈവവേലയ്ക്ക് കൊടുത്തിട്ട് തന്റെ പ്രിയതമയായിട്ട് ചൈനയിലേക്ക് കടന്നു. ചൈന വേല ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് 6 വർഷം വേല ചെയ്തു. കൂട്ടക്കമൻ, തമിഴ്നാട്. അത് കഴിഞ്ഞ് ദൈവം വീണ്ടും സുഡാൻ, ആഫ്രിക്കയിലേക്ക് വിളിച്ചു. അവിടെയും പോയി കർത്താവിന് വേല ചെയ്തു. സി.ടി. സ്റ്റഡ് is an incomparable person like Saint Paul. ആധുനിക കാലഘട്ടത്തില് ഈ ഭൂമിയെ അനുഗ്രഹിച്ച വ്യക്തികൾ ഒന്നാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ മുഖാന്തരം ഈ ലോകത്തുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങളോട് പറയാം, അബ്രഹാമിന്റെ സ്ഥാനത്ത് നിങ്ങളെ നിർത്തുക. ജെനസിസ് 12:3 പറയുന്നുണ്ടോ, നീ ഒരു അനുഗ്രഹ വിഷയമായി തീരുന്നു. ഇവിടെ ഇരിക്കുന്ന ജോയി, ഇവിടെ ഇരിക്കുന്ന ബ്ലസ്സൻ, ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരോട് ദൈവം പറയണം, ഈ തലമുറയിൽ സകല ജാതികൾക്ക് ഒരു അനുഗ്രഹ വിഷയമാക്കുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ സാക്ഷ്യം കംപ്ലീറ്റ് ചെയ്തേക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ 1982 അതേ ICPF ഇങ്ങനെ തുടങ്ങി ശക്തി പ്രാപിച്ച് വൈൽഡ് ഫയർ പോലെ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം അത് എനിക്ക് ICPFിലെ 1982 എന്റെ ആദ്യത്തെ സ്റ്റാഫ് പ്രഖ്യാപനം സെപ്റ്റംബർ 7-ാം തീയതി ഇവിടെ വെച്ചാണ് ആരംഭിച്ചത്. ഇന്ന് വരെ ICPFിന്റെ പ്രവർത്തനത്തിലായിരിക്കുന്നു. ആയിരക്കണക്കിന് കോളേജ് വിദ്യാർത്ഥികളെ മുഖാമുഖമായി കാണുവാനും പ്രാണപ്രിയന്റെ കാലിൽ പിടഞ്ഞ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്ന ഏകരക്ഷിതാവും മഹാദൈവമായ ക്രിസ്തുവിന്റെ സുവിശേഷം പറയുവാൻ ഇന്നും ഈ സമയത്തും പ്രാർത്ഥനാകുന്നു. ഇവിടെ ഇരിക്കുന്ന അനേക ദൈവം ആ പാട്ട് ഇവിടെ കീബോർഡ്, ഇന്നലെ വരെ കീബോർഡ് വായിച്ചുകൊണ്ടിരുന്ന പ്രതീക്ഷയാണ് ആ പാട്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് പ്രൊഫഷണൽ സോങ് അല്ല. ചിലർ ഈ കാലത്ത് പാട്ട് എഴുതുന്നല്ലോ പാട്ടുകൾ എഴുതാറുണ്ട്. അതൊന്നും ശൂന്നങ്ങ് പോകും. ആശുഷ് പാട്ടുകൾ എന്ന് പറയും. എന്നാൽ ഹൃദയത്തിന്റെ ആഴത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ songs from experience, those songs will last forever. For example, Nitya Parai, Blessed Assurance, Amazing
മലയാളത്തിൽ തന്നെ ഇന്ദുതിശയമേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. ഈ പാട്ടുകളൊന്നും ആർക്കും വായിച്ചുള്ളതിനൊക്കെ ഇല്ല. സിനിമാ പാട്ടിൽ ആയുഷ്കാലം കൂടിപ്പോയ 4 മാസം അല്ലെ 6 മാസം. ലജ്ജാവതി മണ്ണാങ്കട്ട. എനിക്ക് ആ പാട്ട് അറിയത്തില്ല. ധാരാളം വൈകിട്ട് വേറെ മഹത്യയുടെ പാട്ടാണ് താല്പര്യമുള്ള പാട്ട്. അത് പാടുന്ന പെന്തിക്കോസ്തുകാരെ എനിക്കറിയാം. അയ്യോ കഷ്ടം. നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതരം അങ്ങനത്തുള്ള പാട്ട് പാടാനുള്ളതല്ല. എനിക്കറിയാം യൗവന പ്രായത്തിൽ പാട്ട് പാടാൻ ആവശ്യമില്ലാത്തത്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപേക്ഷിച്ചത് സിനിമ പാട്ടാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. 1990 രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു 1-2 സിനിമ കാണുന്നു. എന്നോട് ആരും സിനിമ കാണുന്നതെന്ന് ഞാൻ വീണ്ടും കണ്ടേ. പക്ഷേ എന്നോട് പറഞ്ഞ ജോഷുവ കർത്താവിനെ സ്നേഹിക്കാൻ പറഞ്ഞു. കർത്താവിനെ ആഴമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂർ സിനിമ കാണാൻ നമുക്ക് പറ്റത്തില്ല. 3 മണിക്കൂർ എങ്ങനെ പറ്റും? അതിന് മുമ്പ് 3 മണിക്കൂർ എങ്ങനെ ഇരിക്കും? വെരി ടൈം, വെരി ടൈം. ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം എന്നെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സമയത്തെക്കാൾ പ്രധാനമാണ് എന്റെ നിങ്ങളുടെ സമയം. 75,200 ദിവസമേ ഉള്ളെന്നാണ് പറയുന്നത്. 80 വർഷം നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 75,200 എന്നോട് വിഷയമാണ്. എങ്ങനെയാണ് പർപ്പസ് ഓഫ് ലൈഫിൽ നമുക്ക് വായിച്ചാണ്. നമ്മുടെ ദിവസം വളരെ കുറവാണ്. എനിക്ക് കൂടി പോയ 20,000 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ എവരി ഡേ ഈസ് ഇമ്പോർട്ടന്റ്, എവരി മിനിറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. മാത്രമല്ല ജനകോടികൾ നശിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സിനിമയുടെ മുമ്പിൽ ഇരിക്കും? ജനകോടികൾ നശിക്കുമ്പോൾ എങ്ങനെ MTV കണ്ടുകൊണ്ടിരിക്കും? MTV സ്ഥിരമായി കാണുന്ന ഒരാൾ നരകത്തിൽ പോയില്ലെങ്കിൽ എന്നെ ചെറുകുടി കഴിച്ചു. കാരണം അത് കണ്ട് വ്യഭിചാരം ചെയ്യുന്നു. അത്ര മെച്ചമായ ഈ മിഷനിടെ പറയാനുണ്ട്. അതിന്റെ ഡയറക്ടർ ഈയിടെ പറയുന്നുണ്ടായി, ഈ തലമുറയിൽ സ്ത്രീകളും പുരുഷന്മാരും വസ്ത്രം ധരിക്കേണ്ട എങ്ങനെയെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയട്ടെ. കൈയ്യടിക്ക് വേണ്ടി പറഞ്ഞതല്ല, ദൈവത്തിന്റെ വചനമാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കണം. മോഡസ്റ്റായിട്ട് ദൈവം വസ്ത്രം ധരിക്കണം, ആണായാലും പെണ്ണായാലും. നമ്മുടെ ബ്രാൻഡിലുണ്ടോ, നമ്മുടെ സർവ്വലുണ്ടോ ഒരുത്തരം വരാൻ പോകുന്നത്. നിന്റെ സ്വഭാവമാണ്, നിന്റെ കാലിബറാണ്, നിന്റെ ക്യാരക്ടറാണ്, നിന്റെ ആത്മഭാരമാണ്, നിന്റെ ദിവ്യത്വമാണ് നിന്നെ ആകർഷിക്കുന്നത്. പുതിയ പഠിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നോ ദൈവം ഒരു എക്സാമ്പിളായി പറയാം. മൊട്ടയടിച്ചുകൊണ്ടെന്ന് അമേരിക്കൻ എല്ലാം മൊട്ടയടിച്ചു. മൊട്ടയടിച്ചുകൊണ്ടൊന്നും ഒരു സ്ത്രീകളും നിങ്ങളെ ആകർഷിക്കുന്നത് എനിക്ക് തോന്നുന്നു. വല്ല വേഗം വീണ തല പൊട്ടാൻ ഒരു ദൈവദാസൻ സോഷ്യോളജിസ്റ്റ് പറഞ്ഞത്, സ്വർഗത്തില് അല്ല നരകത്തില് ഒരു വലിയ പരാതി ഉണ്ടാവും. The figure revealing dress of women has readily to hell എന്ന് ഇത് പറഞ്ഞിരിക്കും. ചില പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ മോശമായ വസ്ത്രധാരണമാണ് എന്നെ കരത്തിൽ കൊണ്ടുവന്നത്. എന്റെ വാർത്ത നിങ്ങൾ തന്നെ പൂരിപ്പിച്ചെടുത്തോളം എന്താ അങ്ങനെ പറയാൻ കാരണം. പ്രിയ ദൈവങ്ങളെ, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് സ്ത്രീകളുടെ ചെറിയ വസ്ത്രത്തിന്റെ ഈ കടകളൊന്നും ഇല്ലായിരുന്ന പുരുഷന്മാർക്ക് വലിയ പ്രശ്നമാണ്. എന്നാൽ ആണുങ്ങൾ പക്ഷേ ലിമിറ്റഡ് വസ്ത്രം വെച്ചാൽ സ്ത്രീകൾക്ക് വലിയ പ്രശ്നമാണ്. ഇത് മനഃശാസ്ത്ര ഡീപ്പായ ചിന്തയാണ്. അതുകൊണ്ട് ദൈവിക ആത്മീയ മെഷർ ചെയ്യുന്ന കാര്യം നമ്മുടെ വസ്ത്രധാരണം വെച്ച് വരുമ്പോൾ ഞാൻ ഒരിക്കലും പറയുന്നത് ഇന്നലെ ധരിക്കുക അതൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ നമ്മൾ വസ്ത്രം ധരിച്ചിട്ട് കണ്ണാടി നമുക്ക് പറയണം, am I fit as a child of God? That's all. Praise the Lord. Hallelujah. ഞങ്ങൾ ചരക്കുതിൽ പോലല്ല വേറൊരിടത്തൊന്നും പറയാൻ ആരും ഇല്ലിപ്പോ. അതൊന്നും പറഞ്ഞേ മതിയോ? നീ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് ലാസ്റ്റ് ലൈൻ കണ്ണീരില്ലാതെ പാടാൻ ഒക്കെയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ബലിപീഠം എന്ന് തടിയിൽ എഴുതിയിരിക്കുകയാണ്, റെഡി ഫോർ ഐദർ. 2 oxen and a altar and it's written ready for either. കർത്താവേ, നിനക്ക് വേണ്ടി മഞ്ഞും മഴയും വെയിലും സഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ വയലുകളിൽ, ലോകത്തിന്റെ വയലുകളിൽ അധ്വാനിക്കണമെങ്കിൽ റെഡി കർത്താവേ. ഒരു കാളയെ പോലെ ഞാൻ അധ്വാനിക്കാം, ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഞാൻ അധ്വാനിക്കാൻ കർത്താവേ. അതല്ല ആർഎസ്എസ്കാരോ ആരെങ്കിലും വ്യക്തി മുറുക്കുന്നെങ്കിൽ ആ ബലിപീഠത്തിൽ എന്നെ അർപ്പിച്ചാൽ. എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് റോക്ക് ആൻഡ് റോൾ അല്ല. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് പാട്ടും നൃത്തവും മാത്രമല്ല. എന്തിനു പറയുന്നത് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് അന്യഭാഷ പറയുന്ന പോലുമല്ല. അന്യഭാഷ സർട്ടിഫിക്കേഷൻ അല്ലാണ്. ഗ്ലോറിയസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ ആരോ പറഞ്ഞ ഡോക്ടർ മുരളി എന്ന് പറയുന്നത് അന്യഭാഷ
പറഞ്ഞ് സുഖിക്കാനുള്ളതല്ല ക്രിസ്ത്യ ജീവിതം. യു ഹാവ് ടു ഗോ. ഗോ. വേറെ ശക്തമായ വാക്കാണ് ഗോ. പോവുക. കർത്താവിന്റെ വാക്കുണ്ടല്ലോ, കാണാത്തവരെ തെരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഹല്ലേലൂയ. രണ്ട് ക്രിയാപദമാണുള്ളത്. തെരയുക, കണ്ടെത്തുക. സീക്ക് ആൻഡ് ഫൈൻഡ്. സീക്ക് ആൻഡ് സേവ്. സഹോദരന്മാരുടെ മധ്യേ ഞങ്ങൾക്ക് പരിമിതിയുണ്ട് ഇറങ്ങി തിരിക്കാൻ. നിങ്ങളുടെ സുരക്ഷിത പറയാൻ ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. സഹോദരന്മാര് പറയണം, കേരളത്തിൽ ലേഡീസിനിടെ ഒരു ലീഡർഷിപ്പിന്റെ ഷോർട്ടേജ് ഉണ്ട്. ലീഡർ എന്ന് പറയുമ്പോൾ ഗമിക്കുള്ള ലീഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന കരയുന്ന സ്ത്രീമാരെ ആവശ്യമുണ്ട്. ആത്മകൾക്ക് വേണ്ടി മോങ്ങി കരയുന്ന സഹോദരന്മാരെ ആവശ്യമുണ്ട്. കേരളത്തിലെ പാപത്തിന്റെ ഒരു സെന്ററാണ് ബാംഗ്ലൂർ, മറ്റൊന്നാണ് മണിപ്പാൽ. പക്ഷെ അവിടെയും ഞാൻ കേട്ടു, മണിപ്പാലിൽ ഞാൻ ഒരു സമയത്ത് പോകുമ്പോൾ 3 പെൺകുട്ടികൾ എന്നും രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു വിശുദ്ധിയോടെ. ദ ട്രീ ഓഫ് മണിപ്പാൽ. ആ 3 കുട്ടികളെ ഞാൻ അറിയും. ഒരു 3 പേര് ഇപ്പോൾ വിവാഹം കഴിച്ച് മാന്യമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. സ്തോത്രം. ഏത് ദുഷിച്ച കാലത്തും ദൈവത്തിന് ശേഷിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ ആ സിമ്പിൾ അതായത്, ഞാൻ ഒരു വാക്ക് കൂടെ അതേക്കുറിച്ച് പറയാം. 10 വയസ്സുള്ള ഇതിന്റെ ഫൗണ്ടറിന്റെ പേര് നീണ്ട പേരാണെങ്കിൽ ഞാൻ ലുഡ്വിഗ് കൗണ്ടർ സിൻസർഡോർഫ് എന്നാണ് ലാസ്റ്റ് പേര്. സിൻസർഡോർഫ് ഒരു ജർമ്മനാണ്. ഈ വാസ് ജർമ്മൻ. ഒരു ഭയങ്കര കാര്യം നമ്മളോട് പറയാം. 10 വയസ്സുള്ളപ്പോൾ തന്റെ ഡയറി ഇങ്ങനെ എഴുതി, ഐ വാണ്ട് ടു ഇവാഞ്ചലൈസ് ദ ഹോൾ വേൾഡ് അറ്റ് ദ ഏജ് ഓഫ് 10. നമ്മൾ ഗോലി കളിച്ച് നടക്കുന്നത് അല്ലെങ്കിൽ ക്രിക്കറ്റ് തുടങ്ങുന്ന സമയം. ക്രിക്കറ്റായിട്ട് കാണും, കളിയായിട്ട് കാണും, കാര്യത്തെ കാര്യമായിട്ട് കാണും. ഇന്ത്യക്ക് വന്ന ഗതികേട് ഈ ദരിദ്ര രാഷ്ട്രം റോഡുകളൊക്കെ വൃത്തിയായി ഇന്ത്യ ഹോളിസ് ലാറ്റിൻ എന്ന ഒരു സാഹിബ് എനിക്ക് പറഞ്ഞു. നമുക്ക് പറയാം അമേരിക്ക ഹോളിസ് കാബ്ര എന്നൊക്കെ പറയാം. എങ്കിൽ തന്നെ മോശമല്ലേ ഇന്ത്യ ലാറ്റിന എന്ന് പറയുന്നത്. ഇന്ത്യയുടെ റോഡുകളോ ഉരുളുകളോ വൃത്തിയാക്കാനുള്ള സമയമില്ല. 24 മണിക്കൂർ ക്രിക്കറ്റ് കാണണം. ഞാൻ ക്രിക്കറ്റ് കാണുള്ളൂ. എനിക്ക് യോഗ്യതയില്ല. എന്റെ മാത്രം ശരിയാക്കാതെ ഞാൻ എങ്ങനെ, അല്ലെങ്കിൽ എന്റെ മാത്രം തൂത്തുവാരാതെ ഞാൻ എങ്ങനെ ക്രിക്കറ്റ് കളി കാണണം? എനിക്ക് വേലക്കാരൊന്നും ഞങ്ങൾ വീട്ടിലില്ല. എന്റെ ഭാര്യ കുറെ ജീവിച്ചിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാ ജോലിയും എന്റെ ഭാര്യ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഭാര്യ പറയാറുണ്ട്, പാത്രമൊക്കെ വൃത്തിയാക്കിയേ പറ്റത്തുള്ളൂ. എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ MA പാസ്, MD പാസ്, MGH പാസ്, PhD ചെയ്തു. പക്ഷെ ഈ കരം ദൈവം തന്ന കരമാണ്. ഇത് തൂക്കാനുള്ള കരമാണ്. ഒരു ജോലി ചെയ്യുന്ന മടിയില്ല. അടുക്കള വലിയ മടിയെന്ന് പറയുന്നത് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഒരു മടിയില്ല. ഡിഗ്നിറ്റി ലെവൽ ഞാൻ വിശ്വസിക്കുന്നു. ക്രിക്കറ്റ് കളി കാണാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ ഒരിക്കൽ ശകലം തരാം. കാണുന്നവരോട് എതിർപ്പൊന്നും എനിക്കില്ല. കാരണം 1-2 നല്ല ആളുകൾ ക്രിക്കറ്റിന് അടിമകളായിട്ട് എനിക്കറിയാം. ഒരാൾ ഉപേക്ഷിച്ചു. എനിവേ ഞാൻ ആരും ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇന്ത്യക്കാരെ നമുക്ക് ക്രിക്കറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം കഴിയും. ഞാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ആദ്യം നിർത്താൻ പോകുന്ന ക്രിക്കറ്റ്. നമുക്കത് ഫുട്ബോൾ ഫുട്ബോൾ 1 മണിക്കൂറല്ലേ ഉള്ളൂ. അത് കണ്ടുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല. ഇത് എത്ര മണിക്കൂറെന്ന് ലോകത്ത് ആർക്കും അറിയില്ല. പിന്നെ അവരുടെ ഡ്രസ്സ് മാത്രം എനിക്ക് ഇഷ്ടമാണ്. വൈറ്റ് പെന്റിക്കോസ്റ്റൽ ഡ്രസ്സാണ്.